ഹലോ ഡേസ് ഹലോ ഇൻവെസ്റ്റേഴ്സ് സിയത്തിലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നിഫ്റ്റി 26,000 താഴെ വീണ്ടും പോയി. കുറച്ച് നമ്മൾ എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ 26,000 ഒരു മേജർ ലെവലാണ്. കാരണം 26,300 ഓൾ ടൈം ഹൈ. ഇനി 26,000 ഒന്ന് മറികടന്ന് പോകുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ ഒക്കെ നിഫ്റ്റിനെ സംബന്ധിച്ച് ഒരു ദിവസം മതി ഒരു 300 പോയിൻ്റൊക്കെ റാലി രേഖപ്പെടുത്താൻ. പക്ഷെ അതിനൊരു വ്യക്തമായിട്ടുള്ളൊരു റീസൺ വേണം. അതിൻ്റെ പുറകിൽ ഒന്നല്ലെങ്കിൽ FISൻ്റെ ഹ്യൂജ് ബൈങ് വേണം, അല്ലെങ്കിൽ ഇന്ത്യ US ട്രേഡ് ഡീൽ ധാരണയാവണം. പക്ഷേ ഇന്ന് നമുക്ക് ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഫാർമ സെക്ടർ വീക്കായിരുന്നു. നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ കണ്ടിരുന്നു ഡോക്ടർ റെഡ്ഡി US ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് ഡോക്ടർ റെഡ്ഡി. ഡോക്ടർ റെഡ്ഡി US ഏകദേശം ഒരു 6% ഒരു ഇടിവ് കണ്ടു. അപ്പോൾ അത് തന്നെ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തു. 6% ഇടിവ് ഡോക്ടർ റെഡ്ഡി ഉണ്ടാക്കിയില്ല, ഏകദേശം ഒരു 4% ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഫാർമ സെക്ടർ ഇന്ന് വീക്കായിരുന്നു. നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനേഴ്സ് ലൂസേഴ്സ് നമുക്ക് കണ്ടുവരാം. ലൂസേഴ്സ് ഡോക്ടർ റെഡ്ഡി 4%, കൂടാതെ സിപ്ല, HDFC ലൈഫ്, ഭാരത് എയർടെൽ, ഇൻഡിഗോ തുടങ്ങിയ സ്റ്റോക്കുകൾ ഫോള് രേഖപ്പെടുത്തി. മുൻനിരയിൽ നിന്നത് കോൾ ഇന്ത്യയും L&Tയും ഭാരത് ഇലക്ട്രോണിക്സും ഹിൻഡൽകോയും മാരുതിയാണ്. ഇനിയിപ്പോൾ ഇന്ന് സിപ്ല എന്തുകൊണ്ട് ഇടിഞ്ഞു എന്ന് ചോദിച്ചാൽ, സിപ്ലനെ സംബന്ധിച്ച് അവരുടെ CEO ഉമംഗ് വരോഹ അദ്ദേഹം റിസൈൻ ചെയ്യുകയാണെന്നുള്ള ന്യൂസ് സിപ്ലയിലെയും ഒരു ഇടിവിന് കാരണമായിട്ടുണ്ട്. എൻ്റെ ഫാർമ സെക്ടർ അങ്ങനെ തന്നെ ഇടിവ് രേഖപ്പെടുത്തി. കൂടാതെ IX ഇവിടെ മാർക്കറ്റ് കപ്ലിങ്ങിൻ്റെ ആ ഒരു ഹിയറിങ് മാറ്റി വെച്ചതിനെ തുടർന്ന് IXും ഒരു 3% ഒരു ഫോൾ രേഖപ്പെടുത്തി. ഇന്നലെ US മാർക്കറ്റ് മിക്സഡ് ആയിരുന്നു. US നിന്ന് ജെറോം പവൽ ഇൻട്രസ്റ്റ് റേറ്റ് 4% നിന്ന് 3.75 കുറച്ചു. എങ്കിലും അവിടെ കാര്യങ്ങൾ അത്ര നല്ല രീതിയിൽ തന്നെയല്ല പോകുന്നത്. പക്ഷേ US മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആണ് കേട്ടോ. അതാണ് മറ്റൊരു പ്രത്യേകത. കാരണം ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും നാസ്ഡാക്കും ഡോയും ഓൾ ടൈം ഹൈ ആയിട്ട് തന്നെയാണ് ട്രേഡിംഗ് തുടരുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവാണ്. FTSE 55 പോയിന്റ്, അതായത് UK മാർക്കറ്റ്. ഫ്രാൻസ് മാർക്കറ്റ് 66 പോയിന്റ് ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് 52 പോയിന്റ് ഇടിഞ്ഞു. ഇന്ത്യ വിക്സ് 12 എത്തി. ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ ഒരു മന്ദത ഫീൽ ചെയ്യുന്നുണ്ട്. ഗോൾഡ് മന്ദത തീരെയില്ല, 48 പോയിന്റിൻ്റെ ഒരു റാലി. ബ്രന്റ് ഓയിൽ 63. ബിറ്റ്കോയിൻ ശക്തമായൊരു ഇടിവ്, 3000 പോയിന്റാണ് ബിറ്റ്കോയിൻ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. Q2 റിസൾട്ട് കാലഘട്ടമാണല്ലോ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ളത്. അപ്പോൾ സ്റ്റോക്കിൻ്റെ വാർത്തയിലേക്ക് നമുക്ക് പോകാം. ആദ്യം കോറോമൻഡൽ ഇന്റർനാഷണൽ ആണ്. 116 നിന്ന് 74 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഒന്ന് കുറഞ്ഞു. ബന്ധൻ ബാങ്ക് 937 നിന്ന് പ്രോഫിറ്റ് ശക്തമായിട്ടുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തി, 112 കോടി രൂപ. TD പവർ 41 നിന്ന് 60 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. IX കമ്പനി 108 നിന്ന് 123 പ്രോഫിറ്റ് നല്ലതായിരുന്നു. പക്ഷേ ഈ ഒരു കപ്ലിംഗ് ഹിയറിംഗ് മാറ്റി വെച്ചതാണ് IX ഫോളോ ആവാൻ കാരണം. ITC നെറ്റ് പ്രോഫിറ്റ് 2% ഒരു ഉയർന്നു, 5180 കോടി രൂപ കരസ്ഥമാക്കി. നെവിൻ ഫ്ലോറൈൻ കമ്പനി 58 നിന്ന് 140 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ഡാബർ 425 നിന്ന് 452 പ്രോഫിറ്റ് ഉയർന്നു. കമ്പനി 2 രൂപ 75 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. സ്വിഗ്ഗി ലോസാണ് കമ്പനിയുള്ളത്, 1092 കോടി രൂപ ലോസ്. ASK മോട്ടോഴ്സ് കമ്പനി 67 നിന്ന് 79 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മണപ്പുറം 571 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ശക്തമായ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തി, 219 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. നിപ്പോൺ ലൈഫ് 360 നിന്ന് 345 പ്രോഫിറ്റ് കുറഞ്ഞു. ജില്ലറ്റ് കമ്പനി 133 നിന്ന് 144 പ്രോഫിറ്റ് ഉയർന്നു. മെൻസ് ഗ്രൂമിംഗ് കമ്പനിയാണ് ജില്ലറ്റ്. വെൽസ്പൻ കോർപ്പ് 286 നിന്ന് 440 പ്രോഫിറ്റ് ഉയർത്തി. ഷർദ കോർപ്പ് കമ്പനി 42 നിന്ന് 74 പ്രോഫിറ്റ് ഉയർത്തി. ജെയിൻ ഇറിഗേഷൻ കമ്പനി 9 കോടി രൂപ നഷ്ടത്തിൽ നിന്ന് 15 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഹ്യുണ്ടായി കമ്പനി 1370 നിന്ന് 1570 1370 നിന്ന് 1570 പ്രോഫിറ്റ് ഉയർന്നു. കൊറോമൻഡൽ ഇന്റർനാഷണൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അദാനി പവർ കമ്പനി 3300 നിന്ന് 2900 പ്രോഫിറ്റ് ഒന്ന് കുറഞ്ഞു. യൂണിയൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 88% ഇടിവ് രേഖപ്പെടുത്തി. സിപ്ല നെറ്റ് പ്രോഫിറ്റ് 4% ഉയർന്ന് 1351 കോടി രൂപ കരസ്ഥമാക്കി. പക്ഷേ സിപ്ല ഇന്ന് ഇടിയാൻ കാരണം നമ്മൾ നേരത്തെ കണ്ടുപോലെ തന്നെ CEO റിസൈൻ, ഡോക്ടർ റെഡ്ഡി, ആ ഒരു സെക്ടറിലെ മേജർ കമ്പനിയിൽ ഉണ്ടായ ഒരു ഇടിവ് ഒക്കെ തന്നെയാണ് ഈ ഫാർമ സെക്ടറിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഗോൾഡ് ഒരു 4000 എന്ന റേഞ്ചാണ് ഗോൾഡിനെ സംബന്ധിച്ച് ഒരു മേജർ റെസിസ്റ്റൻസ് സോൺ. ഗോൾഡ് ഇടിഞ്ഞു, വീണ്ടും തിരികെ ഒന്ന് കയറിയ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഗോൾഡ് വാങ്ങാനായിട്ട്
ഉള്ള ആളുകൾ വളരെ കൺഫ്യൂസ്ഡാണ്. ഇനി ഗോൾഡ് ഫർദറായിട്ട് ബൈ ചെയ്യണോ, അക്യുമുലേറ്റ് ചെയ്യണോ, അതോ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തണമോ എന്നുള്ള കാര്യത്തിൽ കുറച്ച് വളരെയധികം കൺഫ്യൂസ്ഡാണ്. കാരണം ഗോൾഡ് അതിൻ്റെ ഓൾ ടൈം ഹൈ എത്തിയതിന് ശേഷം ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടുകൊള്ളൂ. പക്ഷേ സെയിം ടൈം ഇക്വിറ്റി മാർക്കറ്റിലൊരു ഒരു സ്റ്റേബിൾ അല്ല ഇക്വിറ്റി മാർക്കറ്റ്. അതുകൊണ്ടാണ് ഗോൾഡ് ഇപ്പോഴും പ്രിയം. ഫോർ എക്സാമ്പിൾ, ഇക്വിറ്റി മാർക്കറ്റ് സ്റ്റേബിളാണ്, യു എസും ചൈനയും തമ്മിൽ അല്ലെങ്കിൽ യു എസും ഇന്ത്യയും തമ്മിൽ പ്രശ്നങ്ങൾ എല്ലാം തന്നെ രമ്യതയിൽ വരികയാണെങ്കിൽ പിന്നെ ഗോൾഡ് ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്കാൾ കൂടുതൽ ആളുകൾ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് പോകും. ഇപ്പോൾ ആ ഇക്വിറ്റി മാർക്കറ്റ് ഒരു അൺസ്റ്റേബിൾ ആയതുകൊണ്ടാണ് ഗോൾഡ് ഓൾ ടൈം ഹൈ ആയിട്ട് പോലും വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും കാണാതെ നിലനിന്നിങ്ങനെ പോകുന്നത്. പിന്നെ ഈ ഗോൾഡ് അല്ലെങ്കിൽ മാർക്കറ്റ്, ഇതിൻ്റെ ബോട്ടം അല്ലെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് സോൺ, ഇതൊന്നും തന്നെ പ്രവചിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഗോൾഡ് ഇതാണ് ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ, അല്ലെങ്കിൽ ഇത് ഇനി പല യൂട്യൂബിലും കാണുന്നുണ്ട് ഇനി ഗോൾഡ് ബൈ ചെയ്തു അല്ലെങ്കിൽ ഇനി ഗോൾഡ് വിറ്റോ, അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഗോൾഡ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ തന്നെ പല രാജ്യങ്ങളും കരുതൽ ധനം എന്നുള്ള രീതിയിലാണ് ഗോൾഡിനെ അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാത് രാജ്യങ്ങളുടെ റിസർവ് പോളിസി അനുസരിച്ചാണ് ഈ കരുതൽ ധനം എന്നുള്ള രീതിയിൽ എത്രമാത്രം രാജ്യം ഗോൾഡിനെ അക്യുമുലേറ്റ് ചെയ്യണം, എത്രമാത്രം കരുതൽ ധനം വെക്കണം എന്നുള്ളത്. അത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ചൈന ഇത്ര വെക്കണം അല്ലെങ്കിൽ ഇന്ത്യ ഇത്ര വെക്കണം, എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാവും അവരുടെ ഒരു നിലപാട്. അത് എങ്ങനെയാണ് അതൊക്കെ റീഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നമ്മുടെ ചാനലിൽ ഒരു ഗോൾഡിന് ബൈ ചെയ്യാം അല്ലെങ്കിൽ ഗോൾഡിന് പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയാത്തത്. കാരണം ഇതൊന്നും തന്നെ നമുക്ക് ഒരു ഇതാണ് ഗോൾഡ് ഒരു ഓൾ ടൈം ഹൈ ആണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണം ഫർദർ ബൈ നടത്തുമ്പോൾ. ഒരു സ്റ്റോക്കും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സ്റ്റോക്കിനൊക്കെ സംബന്ധിച്ച് നമുക്ക് സ്റ്റോക്കിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഒക്കെ നോക്കിയതിന് ശേഷം ഒരു 18 ആൻഡ് എബോവ് എന്ന് ആകുന്ന സമയത്ത് ഡെയിലി ടൈം ഫ്രെയിമിൽ ഇതിനർത്ഥം സ്റ്റോക്ക് ഓൾറെഡി ഓവർ ബോട്ടാണ്. പക്ഷേ ഒരു സഡൻ ഫോൾ ഉണ്ടാകുമെന്നുള്ള രീതിയിൽ സ്റ്റോക്കിനെ ഷോർട്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം നല്ല മൊമെൻ്റം ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ഫർദറായിട്ട് മുന്നോട്ട് പോയേക്കാം. പക്ഷേ അവിടെ വെച്ച് ഒരു പുതിയ എൻട്രി എടുക്കുന്ന ആളെ സംബന്ധിച്ച് മനസ്സിലുണ്ടാവേണ്ടത് സ്റ്റോക്ക് ശക്തമായ റാലി രേഖപ്പെടുത്തി ഓൾറെഡി സ്റ്റോക്ക് നിൽക്കുന്നത് അതിൻ്റെ ഓൾ ടൈം ഹൈയുടെ പരിസരത്താണ്. ഞാൻ ബൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട സ്റ്റോക്കിന് താഴെ പോകാൻ ഒരുപാട് ഉണ്ട്, എന്നാൽ മുകളിലേക്ക് പോകാൻ ഫർദർ റെസിസ്റ്റൻസ് ഇല്ല എന്നുള്ളൊരു ബോധ്യം മാത്രം മതി. അപ്പോൾ ഓരോ സ്റ്റോക്കും ഓരോ അസറ്റ് ക്ലാസ്സും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ബിറ്റ് കോയിനിൽ നമ്മൾ കണ്ടു സമാനമായൊരു സിറ്റുവേഷൻ കണ്ടു, ഇപ്പോൾ ഗോൾഡിലും സമാനമായിട്ടുള്ള സിറ്റുവേഷനാണ്. എനിവേ നമുക്കത് വേറൊരു അവസരത്തിൽ വിശദമായിട്ടൊക്കെ ചർച്ച ചെയ്യാം. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ച ഒരു ADR എന്ന് പറയുന്ന ആ ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ച് നമ്മൾ വീഡിയോസ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിലുണ്ട്, ചെക്ക് ചെയ്യാം. ഇതാണ് ഇപ്പോഴുള്ള ഒരു അപ്ഡേറ്റ്. അപ്പോൾ മാർക്കറ്റ് ന്യൂസുകൾ നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. ഗ്ലോബൽ ലോക്കൽ ക്യൂസുകളിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാവുക, ഗ്ലോബൽ ഈവൻറ്റുകൾ ഏതാണെന്ന് ഉള്ളതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവുക. അത്തരത്തിലുള്ള അവയർനെസ് നമുക്ക് പല സമയത്തും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും. തീരുമാനം എടുത്തില്ലെങ്കിൽ കൂടിയും ചില സമയങ്ങളിൽ മാർക്കറ്റിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. മാർക്കറ്റ് വോളറ്റിലാവുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്തെങ്കിലും വലിയൊരു ഈവൻ ഉണ്ടാകുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ ഈവനിന് ശേഷം മാർക്കറ്റ് ഒരു സൈഡിലേക്ക് വലിയ മൂവ്മെൻറ്റ് നടത്തും. അപ്പോൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോൾ കാശ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കി തന്നെ ട്രേഡിങ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ശുഭരാത്രി. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു.